ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഷേക്കാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. സപ്പോട്ട വെച്ചാട്ടം ഉണ്ടാക്കുന്ന സപ്പോട്ട എന്ന് പറയും, ചിക്കൂസ് എന്ന് പറയും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഷേക്ക് കുടിക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം സപ്പോട്ട പറിച്ചുകൊണ്ടുവരാം. നല്ല വിളഞ്ഞ സപ്പോട്ടയ്ക്ക് പറിച്ച് വെച്ച് പഴിപ്പിച്ചാലും കുഴപ്പമില്ല, പഴുത്തതായിരിക്കണം കേട്ടോ. നല്ലതുപോലെ പഴുത്ത സപ്പോട്ട തന്നെ എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കറ ചുവയ്ക്കുവേ. അപ്പോൾ നല്ലതുപോലെ പഴുത്ത സപ്പോട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 എണ്ണം എടുത്താട്ടോ ഞാൻ ഇപ്പോൾ ഷേക്ക് അടിക്കുന്നത്. ഇതാണ്ട് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയും കുരുവും കളഞ്ഞ ശേഷം അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പഴം മതി കേട്ടോ, അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തേക്കുന്ന ബദാമാണ്. ബദാം വെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞ ശേഷം എടുത്തേക്കാണ്. ഇനി ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പായാലും മതി കേട്ടോ. അപ്പം ബദാം നമുക്ക് ഇഷ്ടമുള്ള അനുസരണം എത്ര വേണമെങ്കിലും എടുക്കാം, അതിന് എണ്ണമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സപ്പോട്ടയ്ക്കയും ബദാമും പഴവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര ഷേക്കിന് അത്യാവശ്യം മധുരം വേണം, അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചേർത്ത് അടിച്ച ശേഷം കുറവാണ് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ പാല് കട്ടിയാക്കി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് സപ്പോട്ട അടിച്ചെടുത്ത ശേഷം വേണം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കട്ടിപ്പാൽ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്ത ശേഷമാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഷേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലൊക്കെ എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം, ഇനി സപ്പോർട്ട് കിട്ടുമ്പം കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്